UDF സർക്കാരിന്റെ ഈ പുതുക്കിയ ബജറ്റ് അടുത്ത 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ദിശാ സൂചികയായിരിക്കും. മുഖ്യമന്ത്രി കം ധനമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച 2026 പുതിയ ബജറ്റിനെ പറ്റി PR ടീം കിടിലമെന്നൊക്കെ റീൽസ് ഓടിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ലഭിക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ വികസന മുരടിപ്പ്. ഇത് വെറുതെ രാഷ്ട്രീയ വിരോധം വെച്ചുള്ള പറച്ചിലാണ് എന്നാണോ പറയാനുള്ളത്? എന്നാൽ അങ്ങനെയല്ല. ബജറ്റിൽ വാഗ്ദാനങ്ങളൊക്കെ കുറെ തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിലും അതിനുള്ള പണം എവിടെ എന്നതിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. LDF സർക്കാർ അവതരിപ്പിച്ച അവസാനത്തെ ബജറ്റ് 2.18 ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 2.05 ലക്ഷം കോടിയായി കുറഞ്ഞു. അതായത് കഴിഞ്ഞ ബജറ്റിനേക്കാൾ ഏതാണ്ട് 13,000 കോടി രൂപയുടെ കുറവ്. അതെങ്ങനെ ശരിയാകും? കാലം മുന്നോട്ട് പോകുമ്പോൾ പഴയതിൽ നിന്ന് കൂടുകയല്ലാതെ കുറവ് വരുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ആകെ ചെലവിലേക്ക് അധികമായി നീക്കിവച്ചിരിക്കുന്നതാവട്ടെ വെറും 1080 കോടി രൂപ മാത്രം. 100 കോടിയിൽ കൂടുതൽ വരുന്ന പ്രഖ്യാപനങ്ങൾ എടുത്താൽ അതിന് മാത്രം വരുന്നത് 1600 കോടി രൂപയാണ്. അതായത് വമ്പൻ പ്രഖ്യാപനങ്ങൾക്കൊന്നുമുള്ള പൈസയില്ല. എല്ലാം ടോക്കൺ പ്രൊവിഷൻ. പേരിന് പദ്ധതി പ്രഖ്യാപിക്കുകയും സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കാൻ അല്പം തുക അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് തന്ത്രം, അല്ലെങ്കിൽ കുതന്ത്രം. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞുള്ള വഞ്ചനയാണ്. 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്കായി ആകെ പറഞ്ഞിരിക്കുന്നത് 10 കോടി രൂപ. മറ്റൊന്ന്, തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങാനും നിലവിലുള്ളവ നവീകരിക്കാനുമുള്ള തീരുമാനമാണ്. തീരുമാനമൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ നിർദ്ദേശം എത്രമാത്രം കോമഡിയാണെന്ന് മനസ്സിലാക്കാൻ വകയിരിക്കുന്ന തുക നോക്കണം. ആകെ 100 കോടി രൂപ. ഏത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മാത്രം വന്ന ചെലവ് 375 കോടിയാണ്. അപ്പോഴാണ് 2 മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കാനും നിലവിലുള്ളവ നവീകരിക്കാനും എല്ലാം കൂടി വെറും 100 കോടി. സതീശനായതുകൊണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും. കാരണം നിന്ന നിൽപ്പിൽ 300 വീടുകൾ ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് ഉണ്ടാക്കിക്കൊടുത്ത മഹാനല്ലേ. ഇനി ബജറ്റിൽ ഒളിച്ചു കടത്തിയിട്ടുള്ള ഒരു വമ്പൻ തട്ടിപ്പിനെ കുറിച്ച് പറയാം. വീര്യം കുറഞ്ഞ മദ്യത്തിനുമേൽ വരുത്തിയിരിക്കുന്ന നികുതി ഇളവാണ്. കഴിഞ്ഞ സർക്കാർ കർഷകർക്ക് സഹായം നൽകുന്നതിനായി ഫോർട്ടി വൈൻ എന്നൊരു വിഭാഗമുണ്ടാക്കി വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് കേരളത്തിൽ മദ്യമൊഴുക്കാനുള്ള അവസരം നികുതി ഇളവിലൂടെ നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മാത്രം സതീശനും ടീം UDFും എത്ര കമ്മീഷൻ അടിച്ചോ എന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബക്കാടി കമ്പനി അവരുടെ വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവിൽ വിൽക്കാൻ സമീപിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഫോർട്ടി വൈനിന് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അങ്ങനെയെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നികുതി ഇളവ് നൽകണമെന്നായി. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചിട്ടില്ല എന്ന തീരുമാനത്തിൽ അതും നിരസിച്ചു. മദ്യക്കുത്തകകളുടെ ആ ആവശ്യമാണ് ഇത്ര നിസ്സാരമായി സതീശൻ പരിഹരിച്ചു കൊടുത്തത്. സാധാരണക്കാരെ ചേർത്ത് പിടിച്ചു എന്നൊക്കെയാണ് ബജറ്റിലെ ഒലിപ്പിയിൽ. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിക്ക് 2220 കോടി വേണ്ടിടത്ത് ആകെ വെച്ചിട്ടുള്ളത് 1422 കോടി മാത്രം. ഏതാണ്ട് 800 കോടിയുടെ കുറവ്. നരേന്ദ്രമോദി തൊഴിലുറപ്പിനെ എങ്ങനെയെങ്കിലും തകർക്കാനാണ് ശ്രമിക്കുന്നത്. അതേ വഴിയിൽ തന്നെയാണ് സതീശനും ചിന്തിക്കുന്നത് എന്ന് ചുരുക്കം. അതുപോലെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് വീട്ടമ്മമാരുടെ 1000 രൂപ പെൻഷനും വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് വർക്ക് 1000 രൂപയും. ഇതിനൊന്നും 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ല. അതായത് ഈ പൈസയൊന്നും ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നർത്ഥം. സ്ത്രീകൾക്ക് ഓർഡിനറിയിൽ സൗജന്യ യാത്ര നൽകുന്നതിലൂടെ 700 കോടിയെങ്കിലും KSRTCക്ക് ബാധ്യത വരും. ഇതിനും പണം വെച്ചിട്ടില്ല. ഈ സൗജന്യം 1-2 ദിവസം നൽകിയാൽ പോരല്ലോ. അപ്പോഴോ KSRTC കട്ടപ്പുറത്താകും. അപ്പോൾ എന്തു ചെയ്യും? അത് ചോദിക്കാനുണ്ടോ? സതീശൻ KSRTCയെ ചുളുവിലക്ക് അദാനിക്ക് മറിച്ചു വിൽക്കും. അല്ലെങ്കിൽ തന്നെ അതിനുള്ള സൂത്രപ്പണിയാണോ ഈ സൗജന്യ യാത്രകളും ഉടായ്പകളും എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഈ ഒരൊറ്റ ബജറ്റിലൂടെ കേരളത്തിൻ്റെ മുഴുവൻ ധാതു സമ്പത്തും അദാനിക്ക് കൊടുത്തയാളാണ് സതീശൻ. എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്നതാണ് ഈ ബജറ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ. ആരും അറിയാതെ അദാനി ചാർട്ട് ചെയ്ത ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി സതീശൻ നടത്തിയ ചർച്ച എന്തായിരുന്നുവെന്ന് കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ.